ദിസ് ഇസ് എ വെരി കോംപ്ലിക്കേറ്റഡ് കേസ്. ഈ പ്രതിക്ക് വട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത് സാമാന്യ ബുദ്ധിയുള്ള ആരും ഇങ്ങനെ പെരുമാറുമെന്ന് തോന്നുന്നില്ല. കൊല്ലുന്നതിൽ യാതൊരു കുഴപ്പമില്ല. എന്തിനാ അയാൾ കുറ്റം ഏൽക്കാൻ പോയത്? പോക്കറ്റ് നിറച്ച് കാശും എന്നെ പോലെ ബുദ്ധിയുള്ള ഒരു വക്കീലും ഉണ്ടെങ്കിൽ ഏത് കൊലക്കേസ് നമുക്ക് ഊരാം. യു ആർ വെരി ലേറ്റ്. എന്നെ നേരത്തെ വന്ന് കാണായിരുന്നില്ലേ? ഒരു വക്കീലിനെ വെക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. രോഗിയോട് ചോദിച്ചിട്ടല്ല രോഗത്തിന് ചികിത്സിക്കേണ്ടത്. വളണ്ടറി കൺഫെഷനും കഴിഞ്ഞു, വിധിയും വന്നു കഴിഞ്ഞു. ഇനി കേസ് റീഓപ്പൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അയ്യോ, അങ്ങനെ പറയരുത് സാർ. സാറ് വിചാരിച്ചാൽ എന്തെങ്കിലും പഴുതുണ്ടാക്കാൻ കഴിയുമെന്ന് എല്ലാവരും പറയുന്നത്. അത് ശരിയാണ്. വല്ല പഴുതുണ്ടാക്കാൻ എന്നെ കൊണ്ടേ സാധിക്കൂ. സീനിയർ വക്കീലന്മാർ വരെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത് എന്നോട് ചോദിച്ചിട്ടാണ്. നിയമപുസ്തകങ്ങൾ എനിക്ക് മനഃപാഠമാണ്. വക്കീലായ എന്റെ അച്ഛൻ പോലും പറയുന്നത് ബുദ്ധിശക്തിയിലും ഓർമ്മശക്തിയിലും ഞാനൊരു കമ്പ്യൂട്ടറാണെന്നാ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പോട്ടെ, പ്രതി സഹകരിക്കുമോ? തീർച്ചയായും സഹകരിക്കും. താൻ എന്റെ ഓഫീസിൽ ചെന്നിരിക്കും. ബാക്കി എവിടെ വെച്ച് സംസാരിക്കാം. ഞാൻ ആലോചിക്കട്ടെ. കുഞ്ഞിക്കണ്ണ, കുഞ്ഞിക്കണ്ണ, എടോ കുഞ്ഞിക്കണ്ണ. പതുക്കെ വിളിച്ചാൽ എനിക്ക് കേൾക്കാൻ കഴിയും. വെള്ളയപ്പം, മുട്ടറോസ്റ്റ്, പഴം പുഴുങ്ങിയ ഇതൊക്കെ വേണമെന്നല്ലേ പറഞ്ഞ്? കുറച്ച് സമയം പിടിക്കും. അതിൻ്റെ ഇടയിൽ വേറെ പണി പറഞ്ഞാൽ ഇതും നടക്കൂല അതും നടക്കൂല. മെഷീൻ അല്ലേ ഞാൻ. കുളിക്കാൻ വെള്ളം ചൂടാക്കിയോ? ചൂടാക്കാൻ മണ്ണെണ്ണയും തീപ്പെട്ടിയും സ്റ്റൗവും ഒക്കെ റെഡി. പക്ഷെ ടാങ്കിൽ വെള്ളമില്ല. വെള്ളം ഇല്ലേ? ഹൗസ് ഓണർ തള്ള മോട്ടർ ഓൺ ചെയ്തിട്ടില്ല. വക്കീലൊന്ന് താഴ്ചെന്ന് പറ. ഞാനോ? പിന്നെ അതും ഞാനോ? ആ തള്ളയായിട്ട് ഗുസ്തി പിടിക്കാനല്ല വലിയ വക്കീൽ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞ തള്ള എന്നെ തിന്നാൻ പോരാ. നിനക്ക് നല്ല തണ്ടും തടിയില്ലേ, താഴെന്ന് വെള്ളെടുത്തോണ്ടേ ചൂടാക്കിയാ പോരെ, എന്തിനാ കറണ്ട് കളിയുന്നൊക്കെ. ഇന്നാളൊരു മീനിന്റെ മുള്ള് പൂച്ച കടിച്ചോണ്ടേ അവരുടെ വെറ്റിലച്ചലത്തിലിട്ടു. അത് ഞാൻ ചെയ്താന്നും പറഞ്ഞ് പൂരത്തെറി. ഞാൻ സത്യം തുറന്നു പറഞ്ഞേക്കാം. ഇങ്ങനെ പോവാണെങ്കിൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണ്ടി വരും. മനസ്സിലായില്ല. ഞാൻ ആ തള്ളെ കൊല്ലു. ബാക്കിയൊക്കെ വക്കീലിന്റെ അടുത്താ. പറഞ്ഞത് മനസ്സിലായല്ലോ. റോട്ടിലൂടെ പോകുമ്പോ വളരെ സൂക്ഷിച്ചു പോണം കേട്ടോ. വക്കീലെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കും. നിങ്ങളെ കാണാൻ വരുന്ന ആളുകളുണ്ടല്ലോ, വായ നിറച്ച് മുറുക്കി ഈ മിറ്റത്ത് തുപ്പടുത് നിർത്തിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എന്റെ സ്വഭാവം മാറി കഴിഞ്ഞു. വൈകുന്നേരം ഞാൻ വരുമ്പോഴേക്ക് ടാങ്കിൽ വെള്ളം നിറച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം ഞാൻ കാണിക്കും. ചീത്തയായാൽ ഞാൻ മഹാ ചീത്തയാ. ഈ തള്ളയുടെ ധിക്കാരം അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ സ്വൈരായി ജീവിക്കാൻ പറ്റില്ല. ഞാൻ മേലാണെങ്കിൽ അത് തിന്നത്രേ. അതിന് ഈ തള്ളക്ക് എന്താ ചെയ്തോ? ആരാണ് നിന്റെ തള്ള? ഞാൻ വക്കീലായിട്ടാ സംസാരിക്കുന്നത്. വേലക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. അതിനാരാ ഇവിടെ വേലക്കാരൻ? ഞാൻ വക്കീലിന്റെ ബന്ധുവാ. അതേന്ന്, ഞങ്ങള് ബന്ധുക്കളായിട്ട് വരും. അതൊക്കെ പോട്ടെ. വൈകുന്നേരം ഞാൻ വരുമ്പോ മുകളിൽ ടാങ്കിൽ വെള്ളമില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. എടോ കുഞ്ഞിക്കണ്ണ, ഇങ്ങ് വന്നേ. ഏത് വകയിലാ നീ എന്റെ ബന്ധുവാകുന്നത്? വേറെ ഒന്ന് രണ്ടാളോട് നീ ഇത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, അതുകൊണ്ടാ ചോദിക്കുന്നത്. അതിപ്പം വക്കീലിന്റെ ഇളച്ചന്റെ. നിർത്ത്. എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് നിന്റെ അമ്മയ്ക്ക് എന്റെ വീട്ടിൽ ചട്ടിയും കലവും കഴുകലായിരുന്നു പണി. അങ്ങനെയുള്ള തുക്കട ഫാമിലി അല്ലടാ നെന്മാറ ഫാമിലി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് ബ്ലഡി ഫൂൾ. അങ്ങോട്ട് പറയേ. വക്കീലിന്റെ അടുത്തും ഡോക്ടറുടെ അടുത്തും ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ല. താനൊരാളെ കൊന്നു, പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തു, കേസ് കോടതിയിൽ വന്നു. കൂട്ടക്കേറിയെന്ന് താൻ പറഞ്ഞു ഞാൻ തന്നെയാണ് കൊന്നതെന്ന്. കുറ്റം ചെയ്തവന്മാരൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ എന്തിനാടോ ഈ കോട്ടുകൂട്ട് നടക്കുന്നത്? വിഡ്ഢിത്തായിപ്പോയി, മഹാവിഡ്ഢിത്തായിപ്പോയി. അഡ്വക്കേറ്റ് PS നെന്മാറ, എന്താണാവോ ഇദ്ദേഹത്തിന് വേണ്ടത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഒന്നും പേടിക്കണ്ട. തന്നെ ഞാൻ രക്ഷിക്കാം. എങ്ങനെ? പട്ടാപ്പകല് നടു റോട്ടിൽ വെച്ച് 100 കണക്കിന് സാക്ഷികളുടെ മുമ്പിൽ വെച്ച കുനിശ്ശേരി കുഞ്ഞു മുഹമ്മദിനെ അയാളുടെ അളിയൻ ഇസ്മായിൽ കുത്തിക്കൊന്നത്. പക്ഷെ ഇസ്മായിൽ ബുദ്ധിയുള്ളവനാ. കോസ്മോപൊളിറ്റൻ ക്ലബിൽ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന എന്റെ അടുത്ത് നേരെ വന്ന് വിവരം പറഞ്ഞു. വലിയ കോളിളക്കം ഉണ്ടാക്കിയ കേസായിരുന്നു അത്. പക്ഷെ എന്തായി? ഇസ്മായിലിന്റെ രോമം തൊട്ടില്ല. കുറ്റം സമ്മതിക്കാൻ തന്നെ ആരാ പ്രേരിപ്പിച്ചത്? എന്താ തന്റെ ഉദ്ദേശം? നമുക്ക് അപ്പീൽ കൊടുക്കുന്ന വക്കീൽ പറയുന്നത് വളണ്ടറി കൺഫെഷൻ അല്ലെന്ന് കോടതി പറയാം. CRPC 374, 375.
മെമ്മോ ഓഫ് അപ്പിയറൻസ് അടക്കം അപ്പീൽ ഫയൽ ചെയ്യാം. എന്നെ പുറത്തിറക്കാനാണോ? എന്താ വിശ്വാസമില്ലേ? വോളണ്ടറി കൺഫെഷൻ അല്ലെന്ന് നിങ്ങൾ എങ്ങനെയാ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ഈ കേസ് എന്നേക്കുമായി അവസാനിച്ചു കഴിഞ്ഞു. ഇതിന് റീ ഓപ്പൺ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. താനൊരു മാനസിക രോഗിയായിരുന്നു എന്നുള്ള ഗ്രൗണ്ടിലായിരിക്കും എന്റെ അപ്പീൽ. പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സാധിക്കുമെങ്കിൽ ഈ ജീവപര്യന്തം ഒരു വധശിക്ഷയാക്കി മാറ്റി തന്നാ കൊള്ളാം. ഏ? എന്താ, സാധിക്കുമോ? ഇയാള് ശരിക്കും ഒരു മാനസിക രോഗി തന്നെയാണോ? ജനു, എന്നെ കാണാൻ വരരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നെ രക്ഷിക്കാൻ നോക്കണ്ട. അല്ല അത് മനുഷ്യനെ വടിയാക്കരുത്. കോടതിയിൽ നിന്ന് തരിക നേരമില്ലാത്ത എന്നെ ജയിലിൽ പിടിച്ചുകൊണ്ട് നാടകം കളിക്കുന്നു. ബ്ലഡി ഫുൾ. വക്കീലെ 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 പ്ലീസ്, വക്കീലെ ഒന്ന് നിന്നേ. തന്റെ പടിവെക്കടോ. ഞാൻ ഒന്ന് പറയുന്നത് കേൾക്കൂ. ഒന്നും എനിക്ക് കേൾക്കണ്ട. പ്ലീസ്, ഞാൻ ഒന്ന് പറയുന്നത് കേട്ടിട്ട് സംസാരിച്ചാൽ മതി. താൻ പോടോ. വക്കീലെ പ്ലീസ് കേട്ടിട്ട് പോകൂ. ഹലോ 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 കാർ നിർത്താൻ. റൂമിലാളുണ്ടല്ലോ. ഉണ്ട് സർ. അതെ അതെ, ഒന്നും ആലോചിക്കാതെ അല്ലല്ലോ നമ്പ്യാർ ഇതൊക്കെ ചെയ്യുന്നത്. ചിട്ടിക്കമ്പനിയുടെ അധ്യായം ഇതോടെ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത മേഖലയിലായിരിക്കും കളി. ആ, ആളിങ്ങെത്തിയല്ലോ, കൊടുക്കാം. അളിയന ഹലോ, മന്ത്രിയായതിനു ശേഷം ബന്ധുക്കളെ മാത്രമേ ഹലോ കാർ നിർത്താൻ. റൂമിലാളുണ്ടല്ലോ. ഉണ്ട് സർ. അതെ അതെ, ഒന്നും ആലോചിക്കാതെ അല്ലല്ലോ നമ്പ്യാർ ഇതൊക്കെ ചെയ്യുന്നത്. ചിട്ടിക്കമ്പനിയുടെ അധ്യായം ഇതോടെ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത മേഖലയിലായിരിക്കും കളി. ആ, ആളിങ്ങെത്തിയല്ലോ, കൊടുക്കാം. അളിയന ഹലോ, മന്ത്രിയായതിനു ശേഷം ബന്ധുക്കളെ മാത്രമേ താൻ വിളിക്കൂ അല്ലേ? അയ്യോ, ഞാൻ വെറും ഒരു പാപ്പരല്ലേ, ഒരു ചില്ലിക്കാശിന് പോലും വകയില്ലാത്തവൻ. പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അളിയനും പോലീസ് സൂപ്രണ്ടിന്റെ മോനും ഒക്കെ സുഹൃത്തുക്കളായതുകൊണ്ട് ഒരുവിധം ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു. ഇല്ല, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് മാറുന്നുള്ളൂ. താൻ ഗസ്റ്റ് ഹൗസിലോട്ട് വാ. ആ പിന്നെ, ഞങ്ങളൊക്കെ കൂടിയാ തന്നെ മന്ത്രിയാക്കിയെന്ന കാര്യം മറക്കരുത് കേട്ടോ. വയ്ക്കട്ടെ. പോയ കാര്യം എന്തായി? ലൈസൻസ് കിട്ടും. എന്റെ ഒരു അമ്മാവനുണ്ട് കായംകുളത്ത്. കണ്ണും ചെവിയൊന്നും കേക്കില്ല. പുള്ളിയുടെ പേരിൽ എടുക്കാം. യെസ്. ആഹാ, താനെങ്ങനെ ഇവിടെ എത്തി? ആ പിന്നെ, നമ്മുടെ ചിട്ടി കമ്പനിയിലായിരുന്നു. ഓഹോ, കമ്പനി പൊളിഞ്ഞപ്പോ എന്നെ പോലെ തന്നെ ഇവരും അങ്ങ് കഷ്ടത്തിലായി. കമ്പനി പൊളിഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. തന്നെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. സമ്പന്നന്മാർക്ക് ഒളിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. പാവപ്പെട്ട കുറെ മനുഷ്യർ അധ്വാനിച്ചുണ്ടാക്കിയ കാശാതാൻ തട്ടിയെടുത്ത്. അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അനുഭവം വേറെ ആയിരിക്കും. എന്റെ പൊന്നനിയാ, ഞാൻ ഇനി എന്ത് ചെയ്യാനാ? എല്ലാം ഞാൻ കോടതി പ്രസന്റ് ചെയ്തതാ. കോടതി എന്നെ IP ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഒരുത്തനും ഞാൻ ഇനി കടം വീട്ടേണ്ടതില്ല. IP 5 സ്റ്റാർ ഹോട്ടലിൽ സ്കോച്ച് കുടിക്കുന്ന പാപ്പര്, നാട്ടുകാരുടെ പണം പറ്റിച്ചെടുത്ത് കള്ളക്കണക്കുണ്ടാക്കി നഷ്ടം കാണിക്കുന്ന കുറെ കമ്പനികൾ, അതും വല്ലവന്റെയും പേരിൽ. ഇവിടെ നിന്ന് ബഹളം വയ്ക്കരുത്. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ താൻ ജോലിക്ക് ചേർന്നത്. ഡേവിഡ് ആണ് തന്നെ പരിചയപ്പെടുത്തിയത്. അയാൾ മരിച്ചുപോയി. ഇനി എന്തെങ്കിലും ഉണ്ടേ കോടതി ചെല്ല്. ഓ വേണ്ട, അല്ലാതെ തന്നെ നിങ്ങളെ ഞാൻ നേരിടും. നിയമം വളച്ചൊടിച്ച് കോടതി മുമ്പിൽ നിങ്ങൾ പാപ്പറായിട്ടുണ്ടാകാം. പക്ഷെ RK നമ്പ്യാരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ എവിടെയാണെന്നും ആരുടെയൊക്കെ പേരിലാണെന്നും ഇവിടുത്തെ നാട്ടുകാർക്കറിയാം.
നിങ്ങളുടെ കള്ളത്തരങ്ങളെ കുറിച്ചുള്ള കുറെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിൽ നിരത്തി തന്നെ കൊണ്ട് ഒരു തീരുമാനം എടുപ്പിക്കും. ഇത്രയും നേരം വൈകാൻ എന്ത് പറ്റിയാവും? നീ ആവശ്യമില്ലാതെ അവനെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. ഞാൻ എപ്പോഴാ കുറ്റപ്പെടുത്തിയത്? നീ എപ്പോഴും അവനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയാറില്ല. ഇവിടെയുള്ളവർക്കാർക്കും എന്റെ വിഷമം മനസ്സിലാവാത്ത. നിങ്ങൾ ഇങ്ങനെ തർക്കിക്കുന്ന എന്തിനാ? അച്ഛൻ പോയി കിടന്നേ, പുറത്ത് മഞ്ഞുണ്ട്. എന്തോ ഉറക്കം വരുന്നില്ല. ഒറ്റയ്ക്കേ ഉള്ളൂ. അവനെവിടെയെങ്കിലും ഒളിച്ചു നിൽപ്പുണ്ടോ? എന്റെ പൊന്നു വക്കീലെ, അവന് വട്ടാണ്. ശിക്ഷ അനുഭവിക്കുന്ന എനിക്കൊരു പ്രയാസമില്ല. പിന്നെന്താ അവനിത്ര വിഷമം? അപ്പീൽ കൊടുക്കണം, എന്നെ പുറത്തിറക്കണം. അവൻ അങ്ങനെ പലതും പറയും. ഇനി എന്നെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോ കുറ്റം ചെയ്ത് അവനാണെന്ന് കൂടെ പറയും. മണ്ടൻ വക്കീൽ അതൊന്നും ശ്രദ്ധിക്കണ്ട. അവനല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ? കടം വീട്ടണം, അനിയത്തെ കല്യാണം കഴിച്ചയക്കണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തേ തീരുന്നു വെച്ചാൽ എന്ത് ചെയ്യും? ആ വക്കീൽ ഇവിടെ വരെ വന്നുകൊണ്ട് പറയാ, ഇനി എന്നെ കാണാനായിട്ട് വരണ്ട എന്ന് അവനോട് പറയണം. ജനാർദ്ദൻ ഇനി വരില്ല. ഇന്നലെ രാത്രി അയാൾ ആത്മഹത്യ ചെയ്തു. ഇന്ന് രാവിലെ റെയിൽവേ ട്രാക്കിലാണ് ബോഡി കണ്ടത്. രാത്രിയിൽ ഏതെങ്കിലും ട്രെയിനിന്റെ മുമ്പിൽ എടുത്തിയാടിയിരിക്കും. തന്നെ അയാൾക്ക് വലിയ ഇഷ്ടമായിരുന്നു.